നമ്മൾ അഭിനയം പഠിക്കുന്നത് മമ്മൂട്ടി മോഹൻലാൽ. ഇമോഷണൽ സ്വിച്ച് ചെയ്യാനുള്ള ടാലന്റ് ഇവിടെ ഉള്ള ആക്ടേഴ്സിനെ പോലെ വേറെ ആർക്കും ഇല്ലെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്കൊരു സെറ്റ് ഓഫ് താരാട്ട് പാട്ടുകളുണ്ട്, ഞാനത് വെറുതെ ഇരിക്കുന്ന സമയത്ത് കേൾക്കത്തേ ഇല്ല. കാരണം ഈ പാട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അമ്മയെ ഓർമ്മ വരും, അല്ലെങ്കിൽ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ചില ആൾക്കാരെ ഓർമ്മ വരും. ഉടനെ ഞാൻ ഇമോഷണലാവും. ഭീഷ്മറാണ് സത്യം പറഞ്ഞാൽ എനിക്ക് കരിയറിൽ ഭയങ്കര ഒരു റെക്കഗ്നേഷൻ തരുന്ന ആദ്യത്തെ കഥാപാത്രം. ഹമ്പിൾ ആവുന്നതല്ല, പക്ഷേ ജെന്യുവിൻലി അഭിനയിക്കാറുണ്ടാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. ഡയറക്ടേഴ്സിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരാളാണ്. ഈ ഡിജിറ്റൽ വേൾഡ് ഒന്നും ഒരുപാട് യൂസ് ചെയ്യാതെ ബാഗ് എടുത്ത് ഇറങ്ങി പോവുക, ചാൻസ് ചോദിക്കുക. എവിടെയൊക്കെയോ ലക്ക് എന്ന് പറഞ്ഞ ഫാക്ടർ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തോടെ എൻ്റെ കരിയർ തീർന്നു. ആ എക്സ്പീരിയൻസ് ആണ് എനിക്ക് കൂടുതൽ വരാറുള്ളത്. അപ്പോൾ ഈ സാറ്റിസ്ഫാക്ഷൻ കുറവുണ്ട് എനിക്ക് എപ്പോഴും. ഹായ് എവ്രിവൺ, ദിസ് ഈസ് ബിയോണ്ട് ദ ബയോ. ഇന്നെൻ്റെ കൂടെ ഉള്ളത് കളംകാവലിലെ താരം അരവിന്ദാണ്. ഹായ് അരവിന്ദ്, വെൽക്കം ടു മൈ ഷോ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോഴത്തെ വിശേഷം കളങ്കാവലാണല്ലേ? അതെ, നമുക്കിപ്പോൾ കളങ്കാവലിൽ തുടങ്ങാം. എന്താണ് കളങ്കാവലിൽ ചെയ്യുന്ന വേഷം? റിവീൽ ചെയ്യാറായോ? അങ്ങനെ റിവീൽ ചെയ്യാൻ പറ്റുന്ന വേഷമാണെന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു, ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഥാപാത്രമാണ്. അപ്പം ഗുണം ചെയ്യുമായിരിക്കും, കരിയറിന് ഗുണം ചെയ്യുമായിരിക്കും. ഒരുപാട് റിവീൽ ചെയ്ത സിനിമയുടെ കഥയായിട്ടത് ഇനി അവർ വഴക്കുറയാറില്ല. അപ്പം പക്ഷേ കുഴപ്പമില്ലാത്തൊരു ഇതാണ്. അദ്ദേഹം പറഞ്ഞ പോലെ പ്രതിനായകനാണ് പുള്ളി. അപ്പം ഒരുപാട് പേര് പുള്ളിയുടെ പിറകെ നടക്കുന്നുണ്ട്, ഞാനും ഒരാളാണ് പിറകെ നടക്കുന്ന ആൾക്കാരിൽ ഒരാൾ. ഓക്കെ, കഥാപാത്രം എന്താണ് ചെയ്യുന്നതെന്ന് പറയാറായിട്ടില്ല. ഇതാണ് ഒരു പോലീസാണോ? പോലീസല്ല, ഒരു ആർമി മാനാണ്. അത്രേ ഉള്ളൂ. മിച്ചതാണ് പറയുന്നത്, ഒന്നും വിട്ടു പറയുന്നില്ല. എനിക്കറിയില്ല ഇതൊക്കെ പറയാം, അതുകൊണ്ട്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. നമുക്ക് നീ കുറച്ച് ഫ്ലാഷ് ബാക്കിലോട്ട് പോകാം. അവരുടെ രാവുകൾ, എനിക്കറിയാം, ഞാൻ റിസർച്ച് ചെയ്യാൻ എങ്ങനെ വന്നിരിക്കുക. അപ്പൊ അവരുടെ രാവുകളിൽ എങ്ങനെയാണ് എത്തിപ്പെട്ടത്? ഞാനീ ചെറുപ്പം മുതലേ സിനിമയിൽ അഭിനയമല്ല, സിനിമ എന്ന് പറഞ്ഞാൽ ഒരു കലാരൂപം അല്ലെങ്കിൽ മീഡിയത്തിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ കുറച്ച് കോൺഫിഡൻസ് ഇഷ്യൂ ഒക്കെ ഉള്ള ആളാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എനിക്ക് ഈ അഭിനയിക്കണം എന്നുള്ള കുറച്ച് കഴിഞ്ഞപ്പം മനസ്സിലായി, എനിക്ക് അഭിനയിക്കാൻ ഇത്തിരി ആഗ്രഹമുണ്ട്, പക്ഷെ അത് പുറത്ത് പറയാനുള്ളൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ എഞ്ചിനീയറിങ്ങിനൊക്കെ പഠിക്കുന്ന സമയത്താണ് ചെറുതായിട്ട് നാടകമൊക്കെ ചെയ്യാൻ തുടങ്ങിയത്, ഈ ചെറിയ അമച്ചർ നാടകങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പം പഠിത്തത്തിനിടയിൽ എപ്പോഴോ ഒരു തവണ ഒരു എൻട്രൻസ് എക്സാം നടക്കുന്നത്, എഞ്ചിനീയറിംഗ് അല്ല, പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ ഒരു എൻട്രൻസ് എക്സാം സമയത്ത് ഇങ്ങനെ ഒരു ഓഡിഷൻ കോൾ കണ്ടു. അങ്ങനെ ഒരു ഗ്യാങ്സ്റ്റർ എന്ന് പറഞ്ഞ മമ്മൂക്കയുടെ പടമാണ്, മമ്മൂക്കയായിരുന്നു അതിൽ. അപ്പോൾ അതിൻ്റെ ഓഡിഷന് പോയി. പിന്നെ നമ്മളെല്ലാവരും ആദ്യം ഫാനാവുന്ന രണ്ട് വ്യക്തികളാണല്ലോ. അതായത് പ്രത്യേകിച്ച് അഭിനേതാക്കൾ, അഭിനയം നമ്മൾ ആദ്യത്തെ ബാലപാഠങ്ങൾ പഠിക്കുന്നത് ഇവരുന്ന്. അപ്പം അവരെ നേരിട്ട് കാണാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓഡീഷന് പോയിപ്പം ഫസ്റ്റ് റൗണ്ട് കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് റൗണ്ട് കിട്ടിയോ. അത് ഓഡീഷൻ ചെയ്തത് ദിലീഷ് പോത്തൻ, അന്ന് ദിലീഷൻ്റെ ഒക്കെ അസിസ്റ്റൻ്റ് ആണ് ദിലീഷ് പോത്തൻ, മറഡോണയുടെ ഡയറക്ടർ ശ്യാം പുഷ്കരൻ, ഇവരൊക്കെ ആയിരുന്നു ഓഡീഷൻ ചെയ്തത്. എനിക്കറിയില്ല അന്ന് ഇവരൊക്കെ. അപ്പം ആ ഫസ്റ്റ് റൗണ്ട് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് വന്നു, എന്നെ കൊണ്ട് പറ്റും. സെക്കൻഡ് റൗണ്ട് കിട്ടിയില്ല, പക്ഷേ ഫസ്റ്റ് റൗണ്ട് കിട്ടിയപ്പോൾ ഞാൻ വെച്ചാൽ എന്നാൽ പിന്നെ ഒരു വർഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരിതാണ്. അപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷന് പോകണോ അതോ ജോലി വേണ്ടെന്ന് വെച്ചു. ജോലി കിട്ടി പക്ഷേ വേണ്ടെന്ന് വെച്ചു. അപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷന് പോകണോ അത് എന്നാൽ ഒരു വർഷം, അല്ലെങ്കിൽ ജീവിതത്തിൽ റിഗ്രറ്റ് അടിക്കും ഇത് ട്രൈ ചെയ്തില്ല. ആ ഒരു വർഷം ഇപ്പോൾ 10 വർഷമായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട്, ആ ഓഡീഷൻ കഴിഞ്ഞിട്ട് പിന്നീട് പോയ ഒരു ഓഡീഷനും കിട്ടുന്നില്ല. ഞാനൊരു 1.5 വർഷം കിട്ടാവുന്ന എല്ലാ ഓഡീഷൻസ് അറ്റൻഡ് ചെയ്യുന്നു. റിജക്ഷൻ. ആ സമയത്താണ് ഈ പറഞ്ഞ പോലെ ഈ മങ്കീപ്പൻ എന്ന് പറഞ്ഞ പടം ഇറങ്ങി. ആ പടം ഭയങ്കര ഹിറ്റായി നിൽക്കുന്നു. അപ്പോൾ ഞാൻ ഈ ഷാനിൽ എന്ന് പറഞ്ഞ ഡയറക്ടർ, അയ്യോ എൻ്റെ ഏജ് ഇപ്പോൾ വെളിയിലാവും, എനിക്കെന്തോ വലിയ പ്രായമില്ല, അതുകൊണ്ട് ഇപ്പോഴും വലിയ പ്രായമില്ല. അപ്പോൾ ഷാനിലിനെ കാണാൻ വേണ്ടി നമ്പർ തപ്പിയെടുത്ത്, ഞാൻ വളരെ കൺവെൻഷണൽ മെത്തേഡിൽ ഇപ്പോഴും ഡയറക്ടേഴ്സിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരാളാണ്. ഈ ഡിജിറ്റൽ വേൾഡ് ഒന്നും ഒരുപാട് യൂസ് ചെയ്യാതെ ബാഗ് എടുത്ത് ഇറങ്ങി പോവുക, ചാൻസ് ചോദിക്കുക. അപ്പം അങ്ങനെ ഞാൻ ഷാനിലിനെ പോയി കണ്ടു, ഫോൺ വിളിച്ചു. അപ്പോൾ പുള്ളി വരാൻ പറഞ്ഞു. പോയി കണ്ടു കഴിഞ്ഞ് പുള്ളി അവിടെ വെച്ച് തന്നെ ഒരു ചെറിയ ഓഡീഷൻ ചെയ്തായിരുന്നു. ഞാൻ പുള്ളിയുടെ വീട്ടിൽ പോയാണ് കാണുന്നത്. വീട്ടിൻ്റെ വെളിയിൽ പോയി നിന്നിട്ട് ഫോൺ ചെയ്തു. പുള്ളി ഇങ്ങനെ കുറച്ച് നേരം സംസാരിച്ചിട്ട് പറഞ്ഞു, വീടിൻ്റെ വെളിയിൽ നിൽക്കണോ? ഞാൻ പറഞ്ഞു അതെ.
ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാമെന്ന്. അപ്പോൾ പുള്ളിക്ക് ഞാൻ 2 മണിക്കൂർ വെയിറ്റ് ചെയ്തു. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് പുള്ളി ഒന്ന് കയറി വരാൻ പറഞ്ഞു. കയറി വന്നപ്പോൾ പുള്ളി എന്നെ ചെറുതായിട്ടൊന്ന് ഓഡീഷൻ ചെയ്തു. എന്നെയും കൊണ്ട് പുള്ളിയുടെ വീടിൻ്റെ ടെറസിൽ പോയിട്ട് ടെറസിൽ നിന്ന് ചെറിയൊരു ഓഡീഷൻ ചെയ്തു. അത് കഴിഞ്ഞ് ഒരു 4 ദിവസം കഴിയുമ്പോൾ പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഞാൻ ഇങ്ങനെ ഒരു പടം ചെയ്യുന്നുണ്ട്, ആസിഫ് അലി, ഉണ്ണി മുകുന്ദൻ, വിനയ് ഫോട്ടൊക്കെയാണ്, അതിൻ്റെ കയ്യിലൊരു ചെറിയ കഥാപാത്രമുണ്ട്, ബാക്കി ഡീറ്റെയിൽസ് പറയാമെന്ന് പറഞ്ഞു. അതാണ് ആദ്യത്തെ തുടക്കം. പുള്ളി ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ആ പടം ഇറങ്ങുന്നതിന് തലേ ദിവസം പുള്ളി അന്ന് ഫേസ്ബുക്കിലൊരു ചെറിയൊരു കമന്റ് ഇട്ടു, ഞാൻ ഇങ്ങനൊരു നടനെ വെച്ച്, എൻ്റെ ഒരു ഫോട്ടോ ഇട്ടിട്ട് ഇങ്ങനൊരു നടനെ വെച്ചിട്ടൊരു പുതിയ നടനാണ്, എനിക്കൊരു പുതിയ നടനുമായിട്ട് വർക്ക് ചെയ്യുന്നത് പോലെ തോന്നിയില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇട്ടു. അതെനിക്ക് ഭയങ്കര ഒരു ബൂസ്റ്റ് തന്നു പെട്ടെന്ന്. പടം അൺഫോർച്ചുനേറ്റ്ലി നന്നായിട്ട് വർക്കായില്ല. അത് കാരണം പിന്നെയും 2-3 വർഷം സ്ട്രഗിൾ ചെയ്തിട്ടാണ് അടുത്ത പടം കിട്ടിയത്. സ്ട്രഗിൾ പിന്നെ ഇതിന്റെ പാർട്ട് ഓഫ് ദി ഗെയിമാണ്. ഉറപ്പായിട്ടും ഒരുപാട് പേര് ഇപ്പോഴും ലൈക്ക് എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ഫോർച്ചുനേറ്റ് ആയിട്ട് എന്നെ കാണുന്നുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഇതുവരെ കിട്ടിയത് എന്റെ കഴിവ് മാത്രമല്ല, എവിടെയൊക്കെയോ ലക്ക് എന്ന് പറഞ്ഞ ഫാക്ടർ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടെ പ്രോഗ്രസ് സ്ലോ ആണ് എന്നാലും അല്ല, ഇനി ഓരോ സ്റ്റെപ്പ് ബൈ ഇപ്പം കളങ്കാവലിൽ ഇത്രയും ട്രെയിലറിൽ തന്നെ എന്തോ നല്ല ഡയലോഗ്സ് ഉണ്ട്, ലൈക്ക് നല്ലൊരു ക്യാരക്ടർ അല്ലേ? നല്ല കഥാപാത്രം. ഓക്കെ, ഇപ്പൊ അരവിന്ദ് ചെയ്ത കഥാപാത്രങ്ങളില് ഒരു സീൻ ചെയ്തു, ഏതെങ്കിലും ഒരു മൂവിയിൽ ഒരു സീൻ ചെയ്തിട്ട് ഇത് ഞാൻ പൊളിച്ചു എന്ന് തോന്നിയ ഏതെങ്കിലും ഒരു കഥാപാത്രം ഉണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും സീൻ ഉണ്ടോ? ബട്ടർഫ്ലൈ മൊമെന്റ് ആണല്ലേ? ഞാൻ സിനിമയിലല്ല, അല്ലാതെ ഉള്ള ചില ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മിക്കവാറും നമ്മുടെ സുഹൃത്തുക്കളായിരിക്കുമല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കവിടെ സ്കോപ്പ് ഫോർ എറർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമുക്ക് എറർ വരുത്താം. അപ്പം ഞാൻ പറയാം, ഞാനിത് എൻ്റെ രീതിയിൽ ഒരെണ്ണം ചെയ്തു നോക്കട്ടെ. അങ്ങനെ അവിടെ എക്സ്പെരിമെന്റ് ചെയ്യാൻ സ്ഥലം കിട്ടുന്നിടത്താണ് സത്യം പറഞ്ഞാൽ ഈ ബട്ടർഫ്ലൈ മൂവ്മെന്റ് ഉണ്ട്. സിനിമയിൽ അഭിനയിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എറർ ഉണ്ടാക്കാൻ പേടിയാ. ഏറ്റവും പെർഫെക്റ്റ് സാധനം കൊടുക്കുക, മാക്സിമം 1 ടേക്കോ 2 ടേക്കോ അല്ലെങ്കിൽ ഒരു 3ാമത്തെ ടേക്കിൽ അത് ഓക്കെ ആവണം. ബട്ടർഫ്ലൈ മൂവ്മെന്റ്സ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ അത് കൂടുതലും എനിക്ക് ഈ ഷോർട്ട് ഫിലിംസ് ഞാൻ സുഹൃത്തുക്കളെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ വലിയ ഞാൻ ഫോർച്ചുനേറ്റ് ആണ്, ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ഡയറക്ടേഴ്സും വലിയ ഡയറക്ടേഴ്സാണ്. ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള വലിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളത്. അവിടെ പോകുമ്പോൾ നമ്മൾ അവരെ ഇമ്പ്രസ് ചെയ്യണം, തെറ്റ് പാടില്ല. അപ്പൊ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കൊടുക്കും. പക്ഷെ നമുക്ക് ഈ അഭിനയിക്കുമ്പോൾ വേറെ തരുന്നത് നമുക്ക് ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആവില്ല. നമ്മൾ നമ്മൾ പഠിച്ച് വരുന്തോറും സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞു വരും. നമ്മൾ സിനിമയൊക്കെ തിയേറ്ററിൽ പോയി കാണുന്ന സമയത്തൊന്നും അയ്യോ മൊത്തം തെറ്റി അയ്യോ പാളി, എല്ലാം പാളിയല്ലോ, ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് ഇന്നത്തോടെ എന്റെ കരിയർ തീർന്നു. ആ എക്സ്പീരിയൻസ് ആണ് എനിക്ക് കൂടുതൽ വരാറുള്ളത്. അപ്പൊ ഈ സാറ്റിസ്ഫാക്ഷൻ കുറവുണ്ട് എനിക്ക് എപ്പോഴും. ഇതിനും ബെറ്റർ ആക്കായിരുന്നു, ഇതിൽ ബെറ്റർ ആക്കായിരുന്നു. ബെറ്റർമെന്റ് എന്നുള്ളൊരു സാധനം എപ്പോഴും ഭയങ്കര ക്രേവിംഗ് ഉണ്ട് എനിക്ക്. ബെറ്റർ ആവുന്നുണ്ടല്ലോ. ഇപ്പൊ അരവിന്ദിന്റെ പേരുണ്ടല്ലോ, പല മൂവിയിലും അരവിന്ദ് SK, അതെ, ചിലതില് അരവിന്ദ്. ഇതെന്താ ഈ പേരിന്റെ പറയുള്ള ഒരു കഥ? അത് സംഭവം ഞാൻ നാടകം ചെയ്യുന്ന സമയത്ത്, നാടകമാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് അഭിനയം എന്ന് പറഞ്ഞൊരു തിയേറ്ററിലാണ് ഞാൻ ആദ്യം തുടങ്ങുന്നത്. അപ്പോൾ അവിടെ വേറെ അരവിന്ദ് എന്ന് പറഞ്ഞൊരു സീനിയർ ആക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും അരവിന്ദ്. അപ്പോൾ അവിടെ നമ്മുടെ നാടകത്തിൻ്റെ രഘുത്തമൻ സാർ എന്ന് പറയും, വെരി സീനിയർ പേഴ്സൺ ഇൻ നാടകം. അപ്പോൾ പുള്ളി ആണ് ഇങ്ങനെ വീട്ടിൽ വിളിക്കുന്ന പേരുണ്ട്. അപ്പോൾ എന്നെ വീട്ടിൽ ദീപു എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ പിന്നെ അത് കൺഫ്യൂഷൻ വരാതിരിക്കാൻ ദീപു എന്ന് വിളിക്കും. അപ്പം അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചില സുഹൃത്തുക്കൾ സിനിമയിൽ എത്തുമ്പോൾ അവർ സെറ്റിൽ ദീപു എന്ന് വിളിക്കും. ദീപു അവിടെ തന്നെ അടന്ന് ഇത് അങ്ങനെ. അപ്പോൾ ഇത് കേൾക്കുന്നവർ, അപ്പം ഈ സമയത്ത് അഞ്ജലി മേനോന്റെ കൂടെ എന്ന് പറഞ്ഞ പടം ചെയ്യുമ്പോഴാണ് അവർ വിചാരിച്ച എൻ്റെ പേര് അരവിന്ദ് ദീപു എന്നാണ്. അപ്പം അവരങ്ങനെ അരവിന്ദ് ദീപു നിട്ടു, കുറച്ച് പേര് അരവിന്ദ് ദീപു നിട്ടു. അപ്പം ഞാൻ തന്നെ ഡെലിബറേറ്റ്ലി പറയും, അതല്ല ദീപു എന്നല്ല എൻ്റെ പേര്, അരവിന്ദ് SK എന്നാണ് എൻ്റെ പേര്. ഇൻസ്റ്റയിൽ പണ്ടത്തെ നെയിം അരവിന്ദ് ദീപു. ഈ റെക്കഗ്നിഷൻ കിട്ടാൻ വേണ്ടി ആൾക്കാർ സിനിമ കണ്ടിട്ട് അരവിന്ദ് ദീപു എന്ന് സെർച്ച് ചെയ്യുമ്പോൾ എന്നെ കിട്ടണമല്ലോ, അത് കാരണം ഇട്ടതാ. ഞാനത് എടുത്തു നോക്കിയപ്പോ അക്കൗണ്ട് ഇല്ല, മനസ്സിലായി, പേര് മാറ്റിയത്. അരവിന്ദ് SK ആണ് എന്റെ ഒഫീഷ്യൽ നെയിം, സിനിമയ്ക്ക് വേണ്ടി മാറ്റിയൊന്നുമല്ല. ഞാൻ അങ്ങനെയൊക്കെ ആലോചിച്ചു. ഭയങ്കര കോമൺ നെയിം അല്ലേ അരവിന്ദ് എന്നൊക്കെ പറയുന്ന കോമൺ നെയിം. ഇത് സിനിമ നടന് സോ ഓക്കെ, ഇപ്പം ഒരുപാട് വലിയ ഡയറക്ടേഴ്സിന്റെ കൂടെയാണ് വർക്ക് ചെയ്തതെന്ന് പറഞ്ഞു. അതിലൊരാളിപ്പം എൻ്റെ തന്നെ ഫേവറേറ്റ് ഒരു ഡയറക്ടറുണ്ട്, അമൽ നീരദ്. സാറിൻ്റെ കൂടെ 2 മൂവീസ് ചെയ്തു അല്ലേ? 4 മൂവി. ഓക്കെ, അമൽ നീരദ് മൂവി ലൊക്കേഷൻ, എനിക്കത് ഭയങ്കര ക്യൂരിയോസിറ്റി ആണ്. അമൽ നീരദിന്റെ എന്താ പറയാ ലൊക്കേഷൻ എങ്ങനെയാണ്, ലൈക്ക് ആ ഒരു വൈബ്?
സാറിൻ്റെ ലൊക്കേഷൻ നമുക്ക് എല്ലാവർക്കും എല്ലാവരും അവിടെ നിൽക്കുന്ന ടെക്നിക്കൽ ക്രൂ തൊട്ട് ആക്ടേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാവരും ഭയങ്കര ക്യൂരിയസ് ആണ്. അതായത് ഈ വ്യക്തിയുടെ ഒരു മാജിക് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എല്ലാവരും ഇതെങ്ങനെയാണ് വരാൻ പോകുന്നത്, ഈ സീൻ എങ്ങനെയാണ്, പുള്ളി എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത്, എല്ലാവർക്കും ഹ്യൂജ് റെസ്പെക്റ്റാണ്. അത് നമ്മൾ വേറൊരു സെറ്റിലും കാണാത്തൊരു പുള്ളിയോടുള്ള ഒരു അഡ്മിറേഷൻ നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റും. എല്ലാവർക്കും ഉണ്ട് ആ അഡ്മിറേഷൻ. അപ്പോൾ മാത്രമല്ല ഭയങ്കര ടവർലി ഫിഗറാണ്. അപ്പം ഞങ്ങൾക്കൊക്കെ മുട്ട് പറയ്ക്കും സാറിനെ കാണുമ്പോൾ. ഒരു സ്നേഹത്തോടെ ആയിരിക്കും വിളിക്കുന്നത്, ആരും എന്തോട് പാടൂ എന്നൊക്കെ പറയുമ്പോഴേ നമ്മൾ സാർ. അപ്പോൾ സാറുമായിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് ട്രാൻസ് എന്ന് പറഞ്ഞ പടമാണ്. ട്രാൻസ് സാറ് ക്യാമറമാനാണ്. അപ്പം ഞാൻ അതിൽ ഫഹദിന് പകരം വരുന്ന പുതിയ പാസ്റ്റർ ആയിട്ടുള്ളൊരു ഒറ്റ സീനേ ഉള്ളൂ. പക്ഷെ അത് ഭയങ്കര പിവിറ്റൽ ആയിട്ടുള്ളൊരു സീനാണ്. അപ്പം സാർ അവിടെ നിന്ന് നോട്ട് ചെയ്തു. പിന്നെ ദേവദത്ത് എന്ന് പറഞ്ഞ സാറിൻ്റെ ഭീഷ്മപർവ്വത്തിലെ റൈറ്ററും നോട്ട് ചെയ്തായിരുന്നു. ദേവദത്ത് അതിൻ്റെ റൈറ്ററാണ്. അപ്പം സാർ അങ്ങനെയാണ് ഭീഷ്മപർവ്വത്തിൽ വിളിച്ചത്. ഭീഷ്മപർവ്വമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് കരിയറിൽ ഭയങ്കര ഒരു റെക്കഗ്നേഷൻ തരുന്ന ആദ്യത്തെ കഥാപാത്രം. അതായത് അതിന് ശേഷമാണ് എനിക്കൊരു വെയിറ്റ് ഉള്ള ക്യാരക്ടേഴ്സ്, കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടേഴ്സൊക്കെ കിട്ടിത്തുടങ്ങിയത്. അതുകൊണ്ട് എനിക്ക് പുള്ളിക്കറിയാവുന്നറിയില്ല, പക്ഷെ എനിക്ക് ഭയങ്കര മെൻറ്ററാണ് പുള്ളി. ഞാൻ എപ്പോഴും എന്ത് ഇമ്പോർട്ടൻറ്റ് കാര്യം ഉണ്ടെങ്കിലും സാർ റിപ്ലൈ ചെയ്തില്ലെങ്കിൽ ഞാൻ മെസ്സേജ് ചെയ്യും. അതായത് ഒരുപാട് മെസ്സേജ് ഒന്നും അയക്കാറില്ല, പക്ഷെ എനിക്ക് എന്തെങ്കിലും ലൈഫിൽ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം മെസ്സേജ് അയക്കുന്ന 2 വ്യക്തികളിൽ ഒരാളാണ് അൻവറിക്ക്. ഇനി അരവിന്ദ് ചെയ്ത മൂവീസിൽ ക്യാരക്ടേഴ്സിൽ ഈ ഒരു ക്യാരക്ടർ കുറച്ച് ആൾക്കാർ ഒരു പ്രേക്ഷക ശ്രദ്ധ കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നിയത്, അണ്ടർ റേറ്റഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, കുറച്ചും കൂടെ ശ്രദ്ധ കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നിയ ഒരു കഥാപാത്രം ഏതായിരിക്കും? മധുര മനോഹര മോഹൻ എന്ന് പറഞ്ഞ രജീഷ വിജയൻ സ്റ്റെഫി സേവിയർ ഡയറക്റ്റ് ചെയ്തൊരു പടമുണ്ട്. അതിന് പ്രതീക്ഷിച്ചതിനേക്കാളും റെക്കഗ്നേഷൻ കിട്ടി. അതായത് എനിക്ക് കോമൺ ഓഡിയൻസിന്റെ സൈഡിൽ നിന്നും ഏറ്റവും കൂടുതൽ റെക്കഗ്നേഷൻ കിട്ടിയ പടം അതാണ്. ഇവിടെ അരവിന്ദ് വരുന്നെന്ന് പറഞ്ഞപ്പോൾ എന്റെ കോ ആങ്കർ അവള് ഈ പടമാണ് അല്ല കഥാപാത്രത്തിന്റെ പേര് വരാൻ എടുത്തു. അതെ, അതെനിക്ക് കോമൺ ജനറൽ ഓഡിയൻസ്. മറ്റേതിപ്പോൾ ഞാൻ ചില ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഞാൻ വിചാരിക്കും എന്താ ഓഡിയൻസ് ശ്രദ്ധിക്കാത്ത, ഞാൻ അഭിപ്രായം പറയുന്നുണ്ട്. അതായത് ഇപ്പം വേറെ ഡയറക്ടേഴ്സ് ആവട്ടെ, ഫിലിമിലുള്ള ആൾക്കാരെ വിളിച്ചാൽ കുഴപ്പമില്ല കേട്ടോ, നീ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾക്കൊക്കെ നല്ലത് പറയുന്നുണ്ടല്ലോ, പിന്നെ എന്താ എനിക്ക് ആ ഓഡിയൻസിന്റെ സൈഡിൽ നിന്ന് റെക്കഗ്നേഷൻ കിട്ടാതെ? എനിക്ക് ആദ്യം കിട്ടുന്ന റെക്കഗ്നേഷൻ ഇതാണ്. അതായത് ജനറൽ ഓഡിയൻസിൻ്റെ ആദ്യം എനിക്ക് ഒരു റെക്കഗ്നേഷൻ കിട്ടുന്നത് മധുര മനോഹരമാണ്. പക്ഷെ മധുര മനോഹരം കുറച്ചുകൂടെ ഓടണമെന്ന് എനിക്ക് തോന്നി. അതായത് അത് ഡിസേർവ് ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ചുകൂടെ ഒന്ന്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ പോയി കണ്ടുപോയി. ഞാൻ ഒന്നും പ്രതീക്ഷിക്കാതെ ഫ്രണ്ട്സിനോട് ചുമ്മാ പോയതാ, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായ ഒരു മൂവിയാണ്. അത് ഈ കൺവെൻഷണൽ ഹ്യൂമറും അതായത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബം, ആ സെറ്റപ്പിലെ ഹ്യൂമർ അത് എക്സ്പ്ലോർ ചെയ്ത നല്ല പടമാണ്. അപ്പൊ അതിൽ കുറച്ച് പുതിയ കാലത്തിന്റെ സർക്കാസ്റ്റിക് ആയിട്ട് കുറച്ച് തമാശകളൊക്കെ പറഞ്ഞ് കുത്തേണ്ടടുത്ത് കുത്തേണ്ട ആൾക്കാരെ കുത്തുന്നുണ്ട്, അങ്ങനെയൊക്കെ അപ്പൊ ആ പടം അതിന്റെ മെയിൻ കഥയിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ അതിൽ ഞാൻ മെയിൻ വില്ലനായിട്ടാണ് അഭിനയിച്ചത്. പക്ഷെ വില്ലൻ ആണെങ്കിലും ആ വില്ലൻ ഒരു പോസിറ്റീവ് ഷെയ്ഡ് ഉണ്ട്. അപ്പൊ ഒരു വില്ലൻ ഹു ടേൺസ് ഔട്ട് ടു ബി ഹീറോ അറ്റ് ദി എൻഡ് എന്ന് പറഞ്ഞ സാധനമാണ്. അപ്പൊ ഞാനൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നില്ല, നമുക്ക് സിനിമയിലൊക്കെ ഹീറോ ആവാന്നൊക്കെ പറയുന്നത് വലിയ ആഗ്രഹമാണ്, എല്ലാവർക്കും ഉള്ള ആഗ്രഹം തന്നെ. അപ്പൊ അതിന്റെ ഒരു ഗ്ലിംസ് എനിക്ക് ആദ്യം തന്ന പടമാണ്. അപ്പൊ അത് കുറച്ചുകൂടെ ഓടിയൊക്കെയുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഓടി കേട്ടോ, നന്നായിട്ട് ഓടി. അത് OTT വരുമ്പോൾ നന്നായിട്ട് റെക്കഗ്നൈസ് ചെയ്തായിരുന്നു ആൾക്കാർ. കോമഡീസ് ഒക്കെ ഭയങ്കരമായിട്ട്. അതെ, കോഴി ആയിട്ടുള്ള ആ ഒരു അത് ഒട്ടും പ്രതീക്ഷിക്കില്ല ആ ട്വിസ്റ്റ്. അതെ, നമ്മൾ അങ്ങനെ ഒരു ഷെയ്ഡില് ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ പൊതുവെ പോർട്രേ ചെയ്തിട്ടില്ലല്ലോ സിനിമയിൽ. അപ്പൊ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. മാത്രല്ല ഭയങ്കര കുലസ്ത്രീയായിട്ട് പൊക്കോണ്ടിരുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു. കാരണം അതിന് റീസണിങ് ഒന്നും ചെയ്യുന്നില്ല, എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ ആയത്, ആണുങ്ങൾക്ക് വാങ്ങിയെന്നുണ്ട് എന്നുള്ള രീതിയിൽ അവളങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം. ഓക്കെ, ഇപ്പൊ അരവിന്ദ് കേരള ടൂറിസത്തിന്റെ ഒരു ആഡൊക്കെ ചെയ്തിട്ടില്ല. ഇപ്പോ അവിടെ തുടങ്ങി ഇപ്പൊ നിൽക്കുന്നത് എന്താ കളങ്കാവലിലാണ്. ഈ ഒരു ജേണി ലൈക്ക് ഈ ഒരു പീരീഡിലുള്ള ജേണിയിൽ ഒരു സ്ട്രഗിൾസ് ആയാലും അതേപോലെ തന്നെ ഹാപ്പിനെസ്സും ഉണ്ടായിട്ടുണ്ട്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഹംബിൾ ആവുന്നില്ല, പക്ഷേ ജെന്യുവിൻലി അഭിനയിക്കാറുണ്ടാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. അതായത് ഒരു ഫാക്ടേഴ്സും ആസ് എൻ ആക്ടർ വേണ്ടത് ബോഡി ലാംഗ്വേജ് ശരിയല്ല, എക്സ്പ്രഷൻസ് ശരിയല്ല,
എല്ലാം കൊണ്ടും തെറ്റുകളെ ഉണ്ടായിരുന്നുള്ളൂ. കാരണം എൻ്റെ ആദ്യത്തെ വർക്കുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ കാണിക്കില്ല. എൻ്റെ ആദ്യത്തെ വർക്കുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തെറ്റാ. എക്സ്പ്രഷൻ ഇടുമ്പം എന്താ നീ ഇവിടെ എന്ന് പറയുന്നത്, എന്താ നീ ഇവിടെ ഈ മീറ്റർ സൗണ്ടിനൊക്കെ എന്തൊക്കെയോ സൗണ്ട് ഇന്ന് കാണുന്ന ബേസ് അല്ലേ, ഭയങ്കര മറ്റേ സ്വീറ്റ് സൗണ്ട് ആയിരുന്നു, ശരീരത്തിന് ചേരാത്ത സൗണ്ട് ആയിരുന്നു. അപ്പം ഇതെല്ലാം എനിക്ക് കറക്റ്റ് ചെയ്യേണ്ടി വന്നു. അപ്പം ഈച്ച് ആൻഡ് ഒരു ബോൺ ടാലന്റ് എന്നൊക്കെ പറയൂലേ ചിലർക്ക്, എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. എനിക്ക് ഒന്നുമില്ലായിരുന്നു. പഠിച്ച് ഓരോന്നായിട്ട് കറക്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ആദ്യത്തെ വർക്കുകളൊക്കെ കാണുമ്പം ഒരു ഏരിയയിലും ശരിയല്ല, എല്ലാം തെറ്റാ. ഇന്ന് കാണുമ്പോഴും എല്ലാം തെറ്റാ. അപ്പം ആ പ്രോസസ്സ് എനിക്ക് ഒരുപാട് സമയം എടുത്തു. എനിക്ക് സാമ്പത്തികമായിട്ട് പോയി പഠിക്കാനോ, അത് സാമ്പത്തികം ഞാൻ പറയുന്ന ഒരു ആക്ടിങ് ഞാനൊക്കെ ട്രിവാൻഡ്രം പോലത്തെ സ്ഥലത്തുനിന്നൊക്കെ വരുന്നുണ്ട്. അവിടെ മറ്റേ ജോലിക്കാരാണല്ലോ എല്ലാവരും. അപ്പൊ അച്ഛനമ്മമാരെല്ലാം ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായിരിക്കും. അപ്പൊ അവർക്ക് നമ്മൾ ഈ മറ്റേ നോൺ ഇതായിട്ടുള്ള എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള ഒരു മേഖല ചൂസ് ചെയ്യുമ്പോൾ ഭയങ്കര അൺസർട്ടൺ ആണല്ലോ നമുക്കിതൊക്കെ. അവർക്ക് മാസം ശമ്പളം. അപ്പൊ എനിക്കിങ്ങനെ അച്ഛൻ എനിക്കൊന്ന് ഒരു ആക്ടിങ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഒരു 5000 രൂപ തരുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ ഇങ്ങനെ ആക്ടിങ് ക്ലാസ്സോ വേണമെങ്കിൽ ഞാൻ നിനക്ക് മറ്റേ PSCക്കുള്ള ബുക്ക് മേടിച്ചു ആവോടാ. അപ്പൊ എനിക്ക് പഠനം ഭയങ്കര സ്ലോ ആയിരുന്നു. അപ്പം ഞാൻ തന്നെ ഫിഗർ ഔട്ട് ചെയ്യും ഇതാണ് എൻ്റെ തെറ്റ്. അപ്പോൾ അതിന് ഒരുപാട് സമയം എടുത്തു, ഒരുപാട് വർക്കുകൾ എടുത്തു. അപ്പോൾ ഈ ആദ്യമായിട്ടൊരു വർക്ക് ചെയ്യുമ്പോൾ ഇത് ആകെ കൂടെ കൊള്ളാം എന്നുള്ളൊരു സാധനം വന്നപ്പോൾ തൊട്ട് ഹാപ്പി. ഈ കേരള ടൂറിസം ഒക്കെ ചെയ്തത് ആക്ച്വലി വിപിൻ ദാസ് ആണ്. വിപിൻ ചേട്ടൻ മറ്റേ നമ്മുടെ ഗുരുവായൂരമ്പല നടയിലെ ഡയറക്ടർ, വാഴയുടെ പ്രൊഡ്യൂസർ, പുള്ളിയൊക്കെ വലിയ മെൻറ്റേഴ്സ് ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ ഒരുപാട് എൻ്റെ കഴിവിന് എനിക്ക് എന്തെങ്കിലും കഴിവ് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ എന്നെ ഒരുപാട് നർച്ചർ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഞാൻ പറഞ്ഞ പോലെ ഒരു കാര്യവും ശരിയല്ലാത്ത സമയത്തും സുഹൃത്തുക്കൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നിന്നെ കൊണ്ട് പറ്റും, നിനക്കൊരു ഇതുണ്ട്, നിന്നെ കൊണ്ട് അത് പറ്റും, അല്ലെങ്കിൽ ബൂസ്റ്റ് ചെയ്യാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പം ആ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആയിരുന്നു. കുറേ കോൺഫിഡൻസും ഇച്ചിരി ഫെയ്ത്തും മാത്രമാണ്. അത് രക്ഷപ്പെടും. അത് മാത്രമായിരുന്നു. അപ്പം ജേണി ഭയങ്കര സ്ലോ ആയിരുന്നു. അപ്പം എനിക്കൊരു ഓവർനൈറ്റ് സക്സസ് ഒരിക്കലും കിട്ടിയിട്ടില്ല. അപ്പം എന്നാൽ ഫെയിലിയേഴ്സും കാണാറുണ്ട്. അപ്പം ഞാൻ ഈ സക്സസ് ഒക്കെ എനിക്കിങ്ങനെ മറ്റേ എണ്ണിച്ചുട്ടപ്പം പോലെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നൊരു സാധനമായതുകൊണ്ട് ഇപ്പം മറ്റേ എന്ത് നടന്നാലും ഭയങ്കര എക്സൈറ്റഡും അല്ല, എന്തെങ്കിലും മോശം നടന്നാൽ ഭയങ്കര വിഷമവും ഇല്ല. അതങ്ങ് അത് ഇത് എടാ നീ അതിൽ കൊള്ളായിരുന്നു, താങ്ക് യു എടാ അത് ഭയങ്കര മോശമായിരുന്നു, അടുത്തെ പിടിക്കാം. ആ ഒരു അങ്ങനെ മനസ്സ് പാകപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു. അത് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ പടം ഈ അവരുടെ അത് കുറച്ച് മോശമായിട്ടാണ് പോയത്. അപ്പോൾ അത് ഒറ്റയടിക്ക് ഞാൻ പറഞ്ഞു തലേ ദിവസം വരെ ഞാൻ സിനിമാ നടനായി. പടം ഇറങ്ങി അടുത്ത ദിവസം ഞാൻ വീണ്ടും സാധാരണ മനുഷ്യനായി, ആരും തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പോൾ ആ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടികൾ കിട്ടുന്നത് കൊണ്ട് ഓക്കെ ഇതാണ് നമുക്ക് ഈ കിട്ടുന്ന ഈ സിനിമയിൽ അഭിനയിക്കുന്നതാണെങ്കിലും ഈ സിനിമ ഇറങ്ങുന്ന ഒരാഴ്ചയെ നമ്മൾ ആൾക്കാർ ശ്രദ്ധിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പാല് മേടിക്കാൻ പോയി നിൽക്കണം, അല്ലെങ്കിൽ മുട്ട മേടിക്കാൻ പോയി നിൽക്കണം. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ ഒരുപാട് അടികൾ കിട്ടിയോണ്ടോ അല്ലെങ്കിൽ ഒരുപാട് ഫെയിലിയേഴ്സ് കണ്ടോണ്ടായിരിക്കാം എനിക്ക് മറ്റേ അധികം എക്സൈറ്റഡും ഇല്ല, അധികം വിഷമങ്ങളും ഇല്ല. ഞാൻ കുറച്ച് ഇന്റലക്ച്വൽ ആവാം. അയ്യോ വേണ്ട. എന്താണ് അരവിന്ദിന്റെ അഭിനയത്തോടുള്ള പേഴ്സ്പെക്റ്റീവ്? എന്താണ് അഭിനയം? എന്താണ് ഒരു ആക്ടർ? എങ്ങനെയാണ് ഒരു ആക്ടർ ആവേണ്ടത്? ഈ സ്ക്രീൻ ആക്ടിങ്, ഫിലിം ആക്ടിങ് എന്ന് പറയുന്നത് പലർക്കും പല പ്രോസസ്സാണ്. നമുക്കൊരു കറക്റ്റ് പ്രോസസ്സ് ഒരാൾക്കില്ല. ഇപ്പം എനിക്ക് വർക്കാവുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇപ്പം ഇമോഷൻസ് കിട്ടിയില്ല. നമ്മൾ സിനിമയിൽ അഭിനയിക്കാൻ വളരെ സ്പീഡിൽ ഇമോഷൻസ് വരാം. നമ്മളവിടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് വിളിച്ചാൽ നമുക്ക് മറ്റേത് കരയുന്ന സീനാണെന്ന് പറയുമ്പോൾ നമുക്ക് ആ ഇമോഷൻ പെട്ടെന്ന് എത്തണം. അപ്പം അതിന് നമുക്ക് എന്ത് രീതിയിൽ വേണോ ഇപ്പം എനിക്ക് മ്യൂസിക് കേട്ടാൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം താരാട്ട് പാട്ടുണ്ട്, അതായത് എനിക്കൊരു സെറ്റ് ഓഫ് താരാട്ട് പാട്ടുകളുണ്ട്. ഞാനത് വെറുതെ ഇരിക്കുന്ന സമയത്ത് കേൾക്കത്തേ ഇല്ല. കാരണം ഈ പാട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അമ്മയെ ഓർമ്മ വരും, അല്ലെങ്കിൽ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ചില ആൾക്കാരെ ഓർമ്മ വരും. ഉടനെ ഞാൻ ഇമോഷണൽ ആവും. അത് എൻ്റെ പ്രോസസ്സാണ്. അപ്പം ഞാൻ കൂടുതലും അതിൽ റിലേ ചെയ്യുന്നുണ്ട്. വളരെ ടെക്നിക്കലായിട്ട് പറഞ്ഞാൽ മെയ്സ്നർ മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡുണ്ട്. മറ്റേ സ്റ്റാൻസ്ലോസ്കീസ് മെത്തേഡ് ആക്ടിങ് എന്നൊക്കെ പറയുന്ന പോലെ അതെനിക്ക് വർക്കാവില്ല മെത്തേഡ് ആക്ടിങ്. മെയ്സ്നർ എന്ന് പറഞ്ഞൊരു അപ്രോച്ച് ഉണ്ട്. അത് ഒരുപാട് ആക്ടിങ് ക്ലാസ്സസുകൾ ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. ഈ ചെറിയ
വർക്ക്ഷോപ്സുകൾ. അപ്പോൾ ഒരുപാട് ആക്ടിങ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് വർക്കാവുന്ന ഒരു മെത്തേഡ് കിട്ടും. അത് കുറേ ദിവസം വർക്കാവും, പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ഓരോ ആൾക്കും അതൊരു പ്രോസസ്സാണ്. പിന്നെ ഒബ്സർവേഷൻ, നമ്മൾ പുറത്തുള്ള ആൾക്കാരെ ഒബ്സർവ് ചെയ്യുക, ഇന്റേണൽ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് സ്വയം ഒബ്സർവ് ചെയ്യുക. അതൊരു വല്ലാത്ത ഇതാണ്. നമ്മൾ മറ്റെന്തെങ്കിലും കാര്യം, ഇപ്പം ഞാൻ താങ്കളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്നെ സ്വയം ഒബ്സർവ് ചെയ്യണം. എൻ്റെ കൈ എങ്ങനെയാണ് പോകുന്നത്, എൻ്റെ കാലം എങ്ങനെയാണ് പോകുന്നത്, ഞാനിപ്പോൾ എങ്ങനെ സംസാരിക്കുന്നു, അങ്ങനെ ടെക്നിക്കലായിട്ടൊക്കെ ഉള്ള കുറേ കാര്യങ്ങളുണ്ട്. പലപ്പോഴും നമുക്ക് സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഇതൊന്നും ഓർമ്മ വരില്ല, ആ ഫ്ലോയിലങ്ങ് പോകും. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് സിനിമകൾ കാണും. സിനിമകൾ കാണുമ്പോൾ ഒരുപാട് ഒബ്സർവ് ചെയ്യും. അതായത് ബാക്കിയുള്ള ഒരു സിനിമ കാണുന്ന പോലെ അല്ല, പഠിക്കണം എന്ന് പറഞ്ഞ് ആക്ടിങ് പഠിക്കണം എന്ന് പറഞ്ഞ സിനിമ കാണുമ്പോൾ മേ ബി ഒരു ആക്ടറിനെ ഞാൻ എടുക്കും. ഉദാഹരണത്തിന് ആര് പറയും, ഇപ്പം മമ്മൂട്ടി. മമ്മൂക്ക എടുക്കുകയാണെങ്കിൽ ഞാൻ ഒരാഴ്ച മമ്മൂക്കയുടെ പടങ്ങൾ മാത്രം കാണും. ആ പടങ്ങൾ കാണുമ്പോൾ ഞാൻ മമ്മൂക്കനെ മാത്രമേ നോക്കുള്ളൂ. അതായത് ഇപ്പം മമ്മൂക്കയും ജഗദീഷ് ശ്രീകുമാർ നിൽക്കുന്നതാണെങ്കിൽ ജഗതി ചേട്ടൻ ഡയലോഗ് പറയുമ്പോൾ ഞാൻ ജഗതി ചേട്ടനെ നോക്കത്തില്ല. മമ്മൂക്ക എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, മമ്മൂക്ക ഈ സീൻ എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഒരാഴ്ച നമ്മൾ ഒരുപാട് സിനിമകൾ കാണുമ്പോൾ ഇവരെ ചില ട്രിക്സ് നമുക്ക് അപ്പോൾ അതുപോലെ അപ്പം ഞാനത് തുടങ്ങിയത് റോബർട്ട് ഡിനീറോ എന്നൊക്കെ പറയുന്ന വലിയ ആക്ടേഴ്സിനെയൊക്കെ കണ്ടാണ് തുടങ്ങിയത്. പക്ഷേ ഇതിനെല്ലാം മുന്നേ ആദ്യം കാണുന്ന സിനിമ, നമ്മൾ ആദ്യം കാണാൻ, അതായത് നമുക്ക് സിനിമ ചെയ്യണമെന്ന് ആദ്യം നമ്മൾ അഭിനയം പഠിക്കുന്നത് മമ്മൂട്ടി, മോഹൻലാൽ, കൊട്ടാരക്കര, മറ്റേ നമ്മുടെ ഭരത് ഗോപി, അടൂർ ബാസി, ഇതൊക്കെയാണ് എൻ്റെ ബേബി ലെസൺസ്. ഇവിടെയാണ് എൻ്റെ ഫൗണ്ടേഷൻ. അതിനുശേഷമാണ് റോബർട്ട് ഡിനീറോ, മറ്റേ ഇർഫാൻ ഖാൻ എന്നൊക്കെ പറയുന്ന വലിയ ആൾക്കാരിലോട്ട് പോകുന്നത്. പക്ഷേ എപ്പോഴും നമ്മളെ ഡ്രൈവ് ചെയ്യുന്ന, നമുക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നാൽ ഞാൻ ഇപ്പോഴും ഇന്ത്യൻ ആക്ടേഴ്സിനെയാണ് നോക്കുന്നത്, മലയാളം ആക്ടേഴ്സിനെയാണ് നോക്കുന്നത്. പെട്ടെന്ന് അവർക്ക് അവരുടെ കാര്യത്തിലോട്ട് കയറാൻ പറ്റും. മറ്റേ വലിയ വലിയ ഇൻഡസ്ട്രിയിലുള്ളവർക്ക് അവർക്ക് ക്യാരക്ടറിലോട്ട് കയറാനുള്ള സമയമുണ്ട്, പ്രോസസ്. ഇവിടെ അങ്ങനെയല്ല, പെട്ടെന്ന് കയറുക പെട്ടെന്ന് ഇറങ്ങുക. അപ്പൊ ആ ഇമോഷണൽ സ്വിച്ച് ചെയ്യാനുള്ള ടാലന്റ് ഇവിടെ ഉള്ള ആക്ടേഴ്സിനെ പോലെ വേറെ ആർക്കും ഇല്ലെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് നമ്മുടെ ഇൻഡസ്ട്രിയുടെ കൺസ്ട്രെയിനും കൂടെയാണ്, നമുക്ക് പെട്ടെന്ന് തീർക്കുക എന്നുള്ളൊരു സാധനമാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ കൂടെ അഭിനയിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. സോ ഇത്രയും സിനിമയിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തു. ഇനി എനിക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് ജോണറിലും അഭിനയിക്കണമെന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ചെയ്യണമെന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എന്തായിരുന്നു? ഹ്യൂമർ. ഞാൻ കാണാൻ പറ്റ പൊക്കമുണ്ട്, കുറച്ച് സൈസൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ എല്ലാവരും എന്നെ പിടിച്ച ഒരു വില്ലനാക്കും, അല്ലെങ്കിൽ ഒരു കാമുകനാക്കും. ഇങ്ങനത്തെ കുറച്ച് സീരിയസ് ക്യാരക്ടേഴ്സ്, എനിക്ക് കുറച്ച് നല്ല പെർഫോമൻസ് ചെയ്യാൻ പറ്റിയുള്ള കഥാപാത്രങ്ങൾ പലയിടത്തു നിന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. മറ്റേ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള, എനിക്ക് വളരെ ലൈറ്റായിട്ടുള്ള കഥാപാത്രം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ഓരോ ചില എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അസോസിയേറ്റ് ഡയറക്ടേഴ്സൊക്കെ. അപ്പോൾ അവരുടെയൊക്കെ വിളിക്കുമ്പോൾ, എടാ നിനക്ക് ഇന്ന കഥാപാത്രമാണ് ഞങ്ങൾ ആ സിനിമയിൽ വെച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ആ കഥാപാത്രം തരുമോ, എടാ അത് നീ ചെയ്താൽ ശരിയാവില്ല. അപ്പോൾ എനിക്ക് മറ്റേ ഹ്യൂമർ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര പാടുവാണെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അതിൻ്റെ പ്രോസസ്സ് അറിയില്ല. പക്ഷെ എന്തെങ്കിലും അപ്പം എനിക്കൊന്ന് മറ്റേ എല്ലാ മേഖലയിലും ഉള്ള കഥാപാത്രങ്ങളും ചെയ്തു എന്നുള്ളൊരു ധൈര്യമാകും. ഹ്യൂമർ ചെയ്തിട്ടില്ല, ലൈറ്റർ കഥാപാത്രങ്ങൾ കുറവാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഒരു നല്ലൊരു കോമഡി മൂവി വരും. അതെ. സോ ഫൈനലി നമുക്ക് കളങ്കാവലിൽ തന്നെ തീർക്കാം. കളങ്കാവല് എന്തുകൊണ്ട് പ്രേക്ഷകർ തിയേറ്ററിൽ വന്ന് കാണണം? കളങ്കാവലിനെ കുറിച്ച് പ്രേക്ഷകരോടായിട്ട് എന്താണ് പറയാനുള്ളത്? കളങ്കാവല് ഒന്നാമത്തെ കാര്യം, മമ്മൂട്ടി സാറ് ഈ പറഞ്ഞതുപോലെ എക്സ്പെരിമെന്റൽ ഫേസിലാണ് ഇപ്പം. പുള്ളി കഴിഞ്ഞ 10 കൊല്ലമായിട്ട് വളരെ എക്സ്പെരിമെന്റൽ ആയിട്ടാണ് പടങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആസ് എൻ ഓഡിയൻസ് ആർക്കും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നില്ല പുള്ളി അടുത്ത പടത്തിൽ എന്താ ചെയ്യാൻ പോകുന്നത്, അടുത്ത പടത്തിലെ പുള്ളിയുടെ ക്യാരക്ടറിന്റെ ഷെയ്ഡ്സ് എന്താണ്. അതായത് നമ്മൾ 30-35 കൊല്ലം 40 കൊല്ലമായിട്ട് കാണുന്ന വ്യക്തിയാണ്. അപ്പൊ നമുക്ക് പുള്ളിയുടെ ഓരോ ന്യൂവാൻസസും മലയാളിക്ക് അറിയാം. ആ മലയാളിയെ ഞെട്ടിക്കുവാണ് പുള്ളി. ഞാൻ പറയാം, ഇപ്പം ഭീഷ്മറൊക്കെ കാണുമ്പോൾ പുള്ളി ഒരു ഈവിൾ ഫേസ് വെക്കുന്നുണ്ട് ഇടയ്ക്ക്. അത് ഞാൻ കണ്ടിട്ടേ ഇല്ല. 40-45 വർഷമായിട്ട് പുള്ളിയുടെ അഭിനയത്തിൽ ഞാൻ കണ്ടിട്ടില്ലാത്തൊരു സാധനം. അപ്പം ഹീ കീപ്സ് ഓൺ റീഇൻവെന്റിങ്. അപ്പം അതേ സാധനം ഇപ്പം ഇതിൽ വളരെ ഗ്രേ ഷെയ്ഡിലുള്ള ഒരാളാണ്. അപ്പം അത് തന്നെയാണ് നമുക്ക് ആസ് എ വിഷ്വൽ ട്രീറ്റ് ഉണ്ട് പുള്ളിയുടെ സൈഡിൽ നിന്ന്. പിന്നെ ജിതിൻ ഞാൻ പ്രതീക്ഷിച്ചതിനും ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ഡയറക്ടർ. ഭയങ്കര കാൽക്കുലേറ്റഡ് പേഴ്സൺ. ഒരു ഈ പറയുന്ന വലിയ ഷോയിങ് ഒന്നുമല്ല. ഞാൻ അത് മറ്റേ ഡയറക്ടർ ടീം നമുക്ക് വളരെ സിമ്പിളായിട്ട് നിന്ന് ചെയ്യുന്ന ഒരാളായിട്ട് ഭയങ്കര പ്രിസൈസ് ആയിട്ട് എന്താ വേണ്ടതെന്നും കൃത്യമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയായിട്ടായിരുന്നു. ഞാനൊരു സീനൊക്കെ അഭിനയിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ ജിതിനെ വിളിച്ചിട്ട് അരവിന്ദ് ഒന്ന് വരും. ഞാൻ പറഞ്ഞു അരവിന്ദ് ഇത് കണ്ടു വെക്കാം. പറഞ്ഞു
അവൻ എന്താ കുഴപ്പം, വേറൊരു സാധനം വേണം, ഇങ്ങനെയല്ല എനിക്ക് ഇങ്ങനെ വേണം. അപ്പം ഞാൻ മറ്റേ അത് പോയി അഭിനയിച്ചു. എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അമ്മയെ പുള്ളി പറഞ്ഞ എന്ത് കറക്റ്റാ. അപ്പം അത്ര വളരെ കാൽക്കുലേറ്റ് എന്ന്, അതേപോലെ ഭയങ്കര ഫാസ്റ്റാണ് പുള്ളിയുടെ പടം. പുള്ളിയുടെ സ്പീഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും സ്പീഡിൽ ഇത്രയും പ്രിസൈസ് ആയിട്ട് എങ്ങനെ ഒരാൾക്ക് പറയാം. അപ്പം ഞാൻ പടം കണ്ടിട്ടില്ല, ഞാൻ ആ പടം കണ്ടിട്ട് ഞാൻ തിയേറ്ററിൽ തന്നെ കാണാം എന്ന് ഉള്ള. അപ്പം എനിക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പം ഇത്രയും ക്ലാരിറ്റി ഉള്ള ഒരു ഡയറക്ടറും റൈറ്ററും അതുപോലെ ഇത്രയും വലിയൊരു തെസ്പിയൻ പുള്ളി നമ്മൾ കാണാത്തൊരു രീതിയിൽ വേറൊരു ഷെയ്ഡിലൊരു സാധനം ചെയ്യുന്നു. ഇത് തന്നെയാണ് ഏറ്റവും വലിയ നമുക്കുള്ള ടേക്ക് ബാക്ക്. സിനിമ കാണുമ്പോൾ ഉള്ള ടേക്ക് ബാക്ക്. എനിക്ക് വേറെ ഒന്നും അറിയില്ല, പക്ഷെ ഈ പറഞ്ഞ പോലെ സംതിങ് ന്യൂ ഉണ്ട് ആ പടത്തിൽ. അത് സോ എല്ലാവരും കളങ്കാവലി തിയേറ്ററിൽ തന്നെ കാണണം, മസ്റ്റ് വാച്ച് ആണ്. സോ ഇത്രയും നേരം എൻ്റെ കൂടെ സഹകരിച്ചതിന് താങ്ക് യു സോ മച്ച്. നമുക്കിനി ഒത്തിരി സിനിമകളിലൂടെ ഇതുപോലെ ശരി, ഓക്കെ.